മറിയത്തിന്റെ സഹോദരി പുത്രനായ യോഹന്നാന് ദൈവവിളി ലഭിച്ചു. അയാൾ യോർദാൻ നദിയിൽ ആളുകൾക്ക് സ്നാനം കൊടുക്കുകയായിരുന്നു. നിങ്ങളുടെ തിന്മമാർഗങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് ദൈവത്തെ അനുസരിക്കുക. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ കരുണയ്ക്കായി അപേക്ഷിക്കുക. ഗുരു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവെക്കുക. 2 കുപ്പായങ്ങളുള്ളവൻ ഒന്നുമില്ലാത്തവൻ ഒരെണ്ണം കൊടുക്കുക. വിശക്കുന്നവരുമായി നിങ്ങൾക്കുള്ള അപ്പം പങ്കുവെക്കുക. നിന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ ഭക്ഷണം മാറ്റിവെക്കുന്നത് കുറ്റമാണ്. ഗുരു, ഞാനൊരു ചുങ്കം പിരിക്കുന്നവനാണ്. ഞാൻ രക്ഷ പ്രാപിക്കുമോ? നിയമം അനുശാസിക്കുന്നതിൽ കൂടുതൽ മേടിക്കരുത്, കൈക്കൂലി വാങ്ങരുത്. എന്നാൽ എന്നെക്കാൾ ശക്തനായവൻ എന്റെ പിന്നാലെ വരുന്നുണ്ട്. എനിക്ക് മുൻപേ അവനുണ്ടായിരുന്നു. അവൻ നിങ്ങളെ വെള്ളം കൊണ്ടല്ല ജ്ഞാനസ്നാനം ചെയ്യുക, പരിശുദ്ധാത്മാവിനെ കൊണ്ടായിരിക്കുമെന്ന് ഞാൻ പറയുന്നു. അവന്റെ ചെരുപ്പുകളുടെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ പ്രവചിച്ചതുപോലെ യേശു താഴ്വരയിലെത്തി. യോഹന്നാന്റെ പക്കൽ യേശുവിനെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ യോഹന്നാൻ അവൻ തന്നെയാണ് മിശിഹ എന്ന് മനസ്സിലാക്കി. ഇത് യേശുവല്ലേ? യേശു എന്തിനാണ് എന്റെ പക്കലേക്ക് വരുന്നത്? പാപങ്ങളോ കളങ്കങ്ങളോ ഇല്ലാത്തവനാണവൻ. എന്തിനാണ്? യോഹന്നാനെ, എനിക്ക് സ്നാനം നൽകൂ. എനിക്കാണ് നിന്നിൽ നിന്നും ശരിക്കും സ്നാനം കിട്ടേണ്ടത്. നീ എന്നോട് ആവശ്യപ്പെടുന്നു. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നാം ചെയ്യണം. ദൈവത്തിന്റെ രാജ്യം കൈവശപ്പെടുത്താൻ മനസ്താപപ്പെട്ട് ജ്ഞാനസ്നാനം സ്വീകരിക്കൂ. യേശു ജ്ഞാനസ്നാനം സ്വീകരിച്ച ഉടനെ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി സ്വർഗത്തിൽ നിന്നും ഒരു സ്വരമുണ്ടായി. ഇവൻ എന്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. യേശു ജ്ഞാനസ്നാനം സ്വീകരിച്ച ഉടനെ പരിശുദ്ധാത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. ഇതാണവൻ, ദൈവപുത്രൻ. ലോകത്തിന്റെ പാപങ്ങൾ തീർക്കുന്ന ദൈവപുത്രനാണിവൻ. അയാൾ എവിടേക്കാണ് പോകുന്നത്? പരീക്ഷിക്കപ്പെടുവാൻ അയാൾ മരുഭൂമിയിലേക്ക് പോവുകയാണ്. നമ്മുടെ പൂർവ്വപിതാക്കളായ ആദമും ഹവ്വായും പോലും പരാജയപ്പെട്ട പരീക്ഷണം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് യേശു മരുഭൂമിയിലേക്ക് നടന്നു.